ഇന്ന് ഞാൻ ഒരു ക്യാരറ്റ് പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഒരെണ്ണം വെച്ചേക്കുക. ഇപ്പോൾ ഒരെണ്ണം അരിഞ്ഞിട്ടുണ്ടേ, വലുതായിരുന്നു. പിന്നെ ഒരെണ്ണേ. പിന്നെ അതിന് വേണ്ടി ഇതാണ്ട് ഒരു 100 ഗ്രാം പച്ചമുളകുണ്ട്. അത് ഞാൻ ഇതിനകത്തൊന്നും വെള്ളം കാണരുതേ. 100 ഗ്രാം പച്ചമുളകുണ്ട്. അത് കഴുകി നല്ല രീതി എല്ലാം എടുത്ത് വെച്ച് രണ്ടായിട്ട് കണ്ടേ ഇങ്ങനെ വിട്ടുപോകാത്ത രീതി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ഈ ക്യാരറ്റ് ഞാൻ കാണിച്ചില്ല. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരു വലിപ്പം ഉണ്ടല്ലോ, ഒരാളിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം തുടച്ചെടുക്കണേ. ഒരു 10 മിനിറ്റ് ഒന്ന് ഫാനിൻ്റെ അടിയിലൊന്ന് നിരത്തിയിട്ടാൽ മതി. വെള്ളമയം കാണരുത്. ഇപ്പോൾ ക്യാരറ്റിനകത്തുള്ള ആ വെള്ളമയം ഇതൊക്കെ ഉണങ്ങിയിരിക്കുക. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് കണ്ട ഇതേ അളവിൽ ഇങ്ങനെ എടുക്കുക. കുറച്ച് അളവ് കൂടിപ്പോയില്ല, നമുക്ക് മാറ്റാം. അത് കഴിക്കാൻ പച്ചയ്ക്ക്. ഇതുപോലെ എല്ലാം ഇന്ന് ബാക്കിയും കൂടെ ഞാൻ കണ്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പിക്കിളുണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളായതേ. ഞാൻ ഇത് ചേർക്കുന്നില്ല, എന്തോ വിനെഗർ ഞാൻ ചേർക്കുന്നില്ലേ. ഞാൻ മിക്കതിലും വിനെഗർ ചേർക്കാറേ ഇല്ല. കാര്യം ഇത് അധികം ഇല്ലല്ലോ. അപ്പം ബാക്കിയുള്ള ഞാൻ അരിഞ്ഞെടുക്കട്ടെ. എന്നിട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് എല്ലാം ഒന്ന് ഫാനിൻ്റെ അടി വെച്ചൊന്ന് ഒന്ന് ഡ്രൈ ഇതാവാൻ വേണ്ട വെള്ളമൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് തുടച്ചു കൊടുക്കണേ. നമ്മളെ ക്യാരറ്റും മുളകും എല്ലാം റെഡിയേ. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു മസാല വേണ്ടതിന്. അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂണിൽ ഒന്നര ഇല്ലേ, 1 ടേബിൾ സ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ അതും ഇതിനകത്തിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ പിക്കിൾ കുറച്ച് ഇപ്പം അധികം ഉണ്ടാക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ പിക്കിളല്ലേ, അതുകൊണ്ട് കുറച്ച് ദിവസം വെളിയിലിരിക്കും. പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. പിന്നെ വിനെഗർ ചേർക്കുന്നവർക്ക് കുറച്ച് അവിടെ ഇരിക്കും വെളിയിൽ. പക്ഷെ ഞാൻ പണ്ട് ആദ്യം അത് ഇപ്പോഴും ഇരിക്കുന്നു എൻ്റെ കയ്യിൽ. നെല്ലിക്കാപ്പിക്കിൾ, അതിനകത്ത് ഞാൻ വിനാഗിരിയൊന്നും ചേർത്തിട്ടില്ല. അത് ഇപ്പോഴും പുറത്ത് തന്നെ ആയിരിക്കുന്നു, ഫ്രിഡ്ജിനകത്തല്ല. തീരാറായി. പക്ഷേ നാരങ്ങ അതുപോലെ തന്നെ എപ്പോഴും പുറത്ത് തന്നെ ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പം അത് വർഷങ്ങളോളം ഇരിക്കും. ഇപ്പോൾ ഒരു മാങ്ങാപ്പിക്കിൾ ഉണ്ടാക്കിയില്ലേ, ഒരു മാസത്തിനൊക്കെ മുമ്പേ. പക്ഷെ നമ്മളെപ്പോഴും എടുക്കുമ്പം നനവില്ലാത്ത സ്പൂൺ വെച്ചെടുക്കുക, അങ്ങനെയൊക്കെ ഇച്ചിരി സൂക്ഷിച്ചാൽ മതി. ഒന്ന് ചെറുതായിട്ട് ചൂടാകട്ടെ. ഇത് മണം ഒന്ന് വരും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കേ. നമ്മളെ മല്ലിയും കടുകും എല്ലാം റെഡിയായേ. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതൊന്ന് തണുക്കട്ടെ. എന്നിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ അതിനകത്തിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതിയേ. ഒന്ന് തണുക്കട്ടെ. നല്ല തരിപ്പോടുകൂടി പൊടിച്ചെടുക്കണേ. ഒന്ന് തണുക്കട്ടെ. നല്ല തരിപ്പോടുകൂടി പൊടിച്ചെടുക്കണേ. നമ്മുടെ മല്ലിയൊക്കെ തണുത്തേ. ഇത് ഈ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. പൊടിഞ്ഞു പോവല്ലേ. ഇത് ഞാൻ ഒന്ന് ചതച്ചെടുക്കട്ടെ.
നമ്മുടെ മസാല പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒന്നല്ല, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ. അത് നമ്മൾ പിരിയമുളക് പൊടി. പിന്നെ ഒരു കാലിൽ ഇച്ചിരി കൂടുതൽ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഇതോട്ടിരിക്കട്ടെ. നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്, അടുപ്പ് എത്തിക്കാം. ഇതിനകത്ത് കുറച്ച് നല്ലെണ്ണ, കുറച്ചെന്ന് പറഞ്ഞാൽ വെച്ച് തോനെ വേണം. ഇതിനാവശ്യത്തിനുള്ള നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. മതി. ഈ നല്ലെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് ഇതിൻ്റെ ആ മണം വരണേ. നല്ല ചൂടാവട്ടെ. നമ്മുടെ നല്ലെണ്ണ എല്ലാം നല്ല ചൂടായി, പുകയൊക്കെ ഒന്ന് നല്ല മണം വരുന്നുണ്ട്. നല്ലെണ്ണയുടെ നല്ല ചൂടാവണം, നല്ല ചൂടായിട്ട്. ചൂടല്ല, നല്ല കണ്ടാ ഓഞ്ഞു വരുന്നുണ്ടോ? എന്തൊരു മണമാണ് നല്ലെണ്ണയ്ക്ക്. ഇത് നമുക്ക്, ഞാൻ ഈ ഗ്യാസ് അങ്ങ് ഓഫാക്കണം. നല്ല തിളച്ചില്ല, നല്ല പുകഞ്ഞ് വന്നിട്ടുണ്ടേ. നല്ല മണം വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി. ഇനി ഇത് ഇവിടെ കിടക്കട്ടെ, ഇതൊന്ന് തണുക്കട്ടെ. ഇച്ചിരി സമയം എടുക്കേ, ഒന്ന് തണുത്ത് വന്നിട്ട് അടുത്ത് ചെയ്യാം. നമ്മളെ എണ്ണയുടെ ചൂടൊക്കെ മാറിയേ. ചെറിയ ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂട് വേണം ഇതിന്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കേ. ഇതിലോട്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കേ. നല്ല മിക്സ് ചെയ്യേ. അടുപ്പ് ഓഫാക്കിയിട്ടേക്കണേ, തീ കത്തിച്ചിട്ടില്ല. ചെറിയൊരു ചൂടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പൊടിച്ചു വെച്ച മസാലയില്ലേ, അതിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എരി വേണം, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മുളക് ഇട്ട് കൊടുത്താൽ മതി. അതിനനുസരിച്ച് മുളക് ചേർക്കേ. ഇനി ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കുക. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇത്രയും മതി. ഇതിനകത്ത് ഇപ്പോഴാണ് പുളിക്ക് പകരം വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ടേ. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അതിന് പകരം വിനാഗിരി ഒഴിക്കുന്നില്ല. ഇതിലോട്ട് കുറച്ച് നാരങ്ങാ നീര്,
കണ്ടില്ലേ, നല്ല അടിപൊളി പിക്കിളാണ് ഇത്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ടെ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കെ. ഇത് കുറച്ച് ദിവസം വെളിയിൽ ഇരുന്നോളും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കാര്യം ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്തിട്ടില്ലേ, നമ്മൾ വിനാഗിരിക്ക് പകരം ചേർത്തേക്കുന്നതാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. പിന്നെ ഇതുപോലെ പല പച്ച വെജിറ്റബിൾസ് കൊണ്ടും നമുക്ക് ഉണ്ടാക്കാം. മിക്സ്ഡ് ആയിട്ടുണ്ടാക്കാം, പച്ചമുളക് മാത്രമായിട്ടുണ്ടാക്കാം, പിന്നെ ഈ ഇതൊക്കെയില്ലേ, വേറെ വേറെ പച്ചക്കറികളില്ലേ, അതൊക്കെ ഒന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഇതൊരു തണുത്തിട്ട്, ഇപ്പം ചൂടുണ്ട്, തണുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുപ്പൊന്നും കത്തിക്കണ്ട, ഇതുപോലെ ഇരുന്നാൽ മതി. തണുത്ത് കഴിഞ്ഞിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് ഗ്ലാസ്സോ ഭരണിയോ ഒക്കെ ഉള്ളത് അതിനകത്താക്കി വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ. കണ്ടില്ലേ നമ്മുടെ ക്യാരറ്റ് പിക്കിള്? അടിപൊളി ടേസ്റ്റ് ആയതേ. ഇപ്പം തന്നെ നോക്കട്ടെ, ഉപ്പൊന്നും അറിയാൻ പറ്റില്ല, എന്നാലും കാണും, പച്ചക്കറിയല്ലേ. ഇപ്പം തന്നെ അത് പാതി വെന്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് കൊടുക്കുകയേ ചെയ്തേ. എണ്ണയ്ക്കൊരു ചൂട് വേണം, ചെറിയൊരു ചൂട് വേണം. അപ്പം ഇനി ഇത് വേവിക്കരുതേ, വേവിക്കുകയും ചെയ്യരുത്, പിന്നെ നല്ല ചൂടോടെ ഇടുകയും ചെയ്യരുത്. അപ്പം ഈ ചൂടാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോഴും ഇത് ഇപ്പോഴും തന്നെ ഇതിനകത്ത് പുളിയൊക്കെ പിടിച്ചു. നമ്മൾ ഇട്ടില്ലേ, അല്ല പുളിയല്ല, ഉപ്പ്. ഈ പച്ചമുളക് അധികം എരിയില്ലാത്ത പച്ചമുളകേ, ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അധികം ചൂടാവരുന്നേ ഉള്ളൂ, ചൂടാക്കരുതേ ഉള്ളൂ. നല്ല എണ്ണ നല്ല പുകയണം. പുകഞ്ഞിട്ട് അണച്ചിട്ടിട്ട് ഒരു ചൂട്, ഒരു ഇളം ചൂടല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ ചൂടിൽ ഇതങ്ങ് ഇടാം. ഓക്കെ.